ഗൈസ് ഈ മല പിടികിട്ടിയോ ഏതാന്ന്? ഗൈസ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലായി കാണും, ഇത് ഇല്ലിക്കക്കല്ലാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നരകപാലം കയറാൻ പോയതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കുറച്ച് പണി കിട്ടിയിട്ടോ. അതായത് നട്ടുച്ചയ്ക്കാണ് വന്നത്. ഒരു 10:30 സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത്. ഓക്കെ, അതുകൊണ്ട് ഇതുപോലെ വെയിൽ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ വെയിലത്താണ് നമ്മൾ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് കയറാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വൈബാണ്, പക്ഷെ ഒരു ഒറ്റ കുഴപ്പം, ഇതുപോലെ വരണ്ട് കിടക്കുന്നുണ്ടോ, നല്ല മൊത്തം പൊടി പിടിച്ച് വല്ലാത്ത അവസ്ഥ. ഗൈസ് ഞാൻ സീരിയസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുവാണ്, ഒരിക്കലും ഈ സമയത്ത് വരാൻ നിൽക്കരുത് കേട്ടോ. ഈ നട്ടുച്ചയ്ക്ക് അറ്റ്ലീസ്റ്റ് മോർണിംഗ് വരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു 3 മണി കഴിഞ്ഞിട്ട് വരിക. കാരണം പൊടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊടിയും ഈ വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലുമാണ്. നന്നായിട്ട് വെയിൽ കൊണ്ട് വിശർത്ത് ദാഹിച്ച് തല ഇറങ്ങി മുകളിൽ കയറുള്ളൂ. ഞങ്ങളങ്ങനെയാണ് കയറിയത്. പക്ഷെ അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾക്ക് വരുന്ന ആ ട്രക്ക് വാർത്താട്ടോ, അടിപൊളി ട്രക്ക്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നട്ടുച്ചയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിഴലൊക്കെ നോക്കിയാണ് കയറിയത്. ഇതുകൊണ്ടല്ലോ ഒരുപാട് പിള്ളേർ സെറ്റ്, ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലുള്ള പിള്ളേർ സെറ്റ് വന്ന് കയറുന്നുണ്ട്, നല്ല വൈബായിട്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിൽ യൂത്ത് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കയറേണ്ടതാണ്. ഇമാതിരി വൈബ് മരങ്ങളും അതുപോലെ അടിപൊളി ട്രക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ സ്ലോപ്പ് നമുക്ക് നോർമലി ഇറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന്. അപ്പം നന്നായിട്ട് പിടിച്ചിറങ്ങുക, കാരണം പൊടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തന്നെ പോകാം. പക്ഷേ ഇത് അത്ര വലിയ വിഷയമല്ല കേട്ടോ ഗൈസ്. ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർ ഒരു നല്ലൊരു ഷൂ ഒക്കെ ഇട്ട് വരുവാണെങ്കിൽ ഇതൊന്നും വലിയ സീൻ ഉണ്ടാകത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് പോകും, ഞാൻ ചെരുപ്പ് ഇട്ടോടാണ് ഈ ട്രക്ക് പോകത്തെ കയറിയത് കേട്ടോ, ഷൂ ഒന്നുമല്ല. എന്നിട്ട് പോലും നമുക്ക് വലിയ സീനൊന്നും തോന്നിയില്ല. പക്ഷേങ്കിൽ കുറച്ച് കെയർഫുൾ ആയിട്ട് കയറുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലത്തെ സ്ലോപ്പാണ്, അടിപൊളി ചെരുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇറങ്ങി വരുമ്പോൾ ഇറങ്ങേണ്ടി വരും, അത് മാത്രമേ സീനുള്ളൂ. പക്ഷേ ഗായ്സ് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഈ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ്. ഫ്രണ്ട് സൈഡ് നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ട് സൈഡിനേക്കാളും ട്രക്കിങ്ങിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബാക്ക് സൈഡ് തന്നെയാണ്. വൈബാണ്. നിങ്ങൾ ആ കാണുന്ന സൈഡാണ് ഫ്രണ്ട് സൈഡ് വരിക, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരിക. ഓക്കെ, ഇതുപോലത്തെ സ്ലോപ്പിലൂടെ ഇതുപോലത്തെ പാറയിൽക്കൂടെയൊക്കെ നമ്മൾ കയറി പോകണം. അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ വരാവുള്ളൂ. പക്ഷെ ഗായ്സ് ഒരു രക്ഷയില്ല, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള മിനി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കായിരിക്കും കേട്ടോ. ഇതിൽ കമ്പിയെ കുത്തി വെച്ചിട്ടുണ്ട്, പിടിച്ച് കയറാൻ പറ്റും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ വീഡിയോ കാണുന്ന പോലെ അത്ര ഡിഫിക്കൾട്ടൊന്നും ആയിരിക്കില്ല. നിങ്ങൾ പലരും എന്നേക്കാളും മുമ്പ് വന്നിട്ടുണ്ടാവും. എനിക്കൊരു അഭിപ്രായം മാത്രം ചോദിക്കാറുണ്ട്, വന്നിട്ടുള്ള ആൾക്കാർ ഈ മഴ സമയത്ത് ഈ മല എങ്ങനെയുണ്ട്, വൈബാണോ? ഇത് നമ്മൾ വന്നപ്പോൾ മൊത്തം വരണ്ട് കിടക്കാം കേട്ടോ ഗൈസ്, തീയൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ മൊത്തത്തിൽ കിടക്കുവാണ്, ഉണങ്ങി കിടക്കുവാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആ വൈബ് കിട്ടിയില്ലെന്ന് തന്നെ സത്യം പറഞ്ഞ് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമ്മൾ മുകളിൽ എത്തി, ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു മൗണ്ടൻ്റെ ഇത്രയും അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്, ഒരു ശകലം കാറ്റ് പോലും മുകളിൽ ചെന്നപ്പോൾ കിട്ടിയില്ല. നട്ടുച്ചയായതുകൊണ്ടായിരിക്കും. ഞങ്ങൾ 10:30 കയറിയിട്ട് 12:15 ആയപ്പോഴാണ് ഞങ്ങൾ മുകളിൽ എത്തിയത്. അത്രയും ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കയ്യിലൊരു കുപ്പി വെള്ളമായിട്ട് കയറിയോണ്ട് പാതി വഴി തന്നെ വെള്ളം തീർന്നു കേട്ടോ. അപ്പോൾ മുകളിലോട്ട് കയറുമ്പോൾ പ്രത്യേകിച്ച് നട്ടുച്ചയ്ക്ക് കയറുന്ന ആൾക്കാർ മിനിമം 2 കുപ്പി വെള്ളമെങ്കിലും പോട്ടെ, ഒരാൾക്ക് 1 കുപ്പി വെള്ളമെങ്കിലും മേടിച്ചോട്ട് കയറുക, അല്ലെങ്കിൽ ഇതെല്ലാം പണി കിട്ടും കേട്ടോ. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, വെള്ളം കരുതുക. കഴിക്കാൻ കയറിയിലും കുഴപ്പമില്ല, വെള്ളം കരുതുക. ഇതുപോലെ അടിപൊളി ഫോട്ടോസ് എടുക്കാം. സോ കൊണ്ട് പയ്യെ കയറി ഇറങ്ങുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് കയറി വന്ന സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നരകപാലത്തിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ നരകപാലമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സൈഡ്. ഈ കാണുന്നത് കാണുന്നത് അതാണ് ഇല്ലിക്കക്കല്ല് ഫ്രണ്ട് സൈഡ് വരിക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ. ഇതാണ് ഏറ്റവും ഹൈറ്റുള്ള മല കേട്ടോ ഇവിടുത്തെ. ഇത് അവിടെ മുകളിലൊരു കുരിശ് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആളുകൾ ഈ ഒരു മല ഇങ്ങനെ കണ്ടുപിടിച്ചതെന്ന്. ഇപ്പോൾ കുരിശ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കുരിശുമലയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാർ കുരിശുമല കയറാൻ വന്ന് അങ്ങനെ കണ്ടുപിടിച്ചതായിരിക്കാമെന്ന് എൻ്റെ ഒരു ഊഹം അതാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. ഇപ്പം മുകളിൽ ഇങ്ങനത്തെ ഈറ്റയൊക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നരകപാലത്തിൻ്റെ സൈഡിലോട്ട് പോവുക. നമ്മൾ മാക്സിമം എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പോകും കേട്ടോ. അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത്, നല്ല അഡ്വഞ്ചറസ്. നമുക്ക് നോക്കാം എത്രത്തോളം സെറ്റാണെന്ന്. സത്യം പറഞ്ഞാൽ അഡ്വഞ്ചറസ് തന്നെയാണ്. കാരണം ഇതിന് സ്ലോപ്പ് എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് പ്രശ്നമാണ് ഈ ചെരിവ്. കാരണം ഈ തൊട്ട് സൈഡിൽ കൂടെ പോകണം, ഒരു സൈഡിൽ തന്നെ നമ്മൾ താഴെ കിടക്കും.
നമുക്ക് ഫ്രണ്ടിൽ വന്ന ആൾക്കാരാണിത്, അവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്മളതിൻ്റെ പുറകെ വരുന്നുണ്ട്. നിങ്ങളല്ലേ 2 സൈഡും കൊക്കയാണ് ഗൈസ്, 2 സൈഡും. ഒന്ന് ചെരിയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ തരും. അതുകൊണ്ട് അതുകൊണ്ട് വീഴാതെ നോക്കുക. അതുകൂടാതെ ഫോണും കൊണ്ട് എന്നെ പോലെ ഇങ്ങനെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങാനും താഴെ പോയാൽ തീർന്നു. ഫോൺ പോയാൽ പോട്ടെ, ജിയോ പോയ പ്രശ്നമല്ലേ. അപ്പോൾ ഇതാണ് നരകപാലത്തിലോട്ട് പോകുന്ന റൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത്രയും ഒരു പൊസിഷൻ മാത്രം ആളുകൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കുഴി പോലാണ് ഇറക്കുക. അപ്പോൾ ഈ ഒരു കുഴിക്കൂടെ ഇറങ്ങി വേണം പോകാൻ കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഹെവി അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഒട്ടും സേഫ്റ്റി ഇല്ലാതെയാണ് ഞാൻ ഇറങ്ങുന്നത്. അതും നിങ്ങൾ ഈ കാണുന്ന പോലെ ചെരുപ്പിട്ടുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഒരു ത്രില്ലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയെന്ന് കേട്ടോ. അത് ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും വന്നിട്ട് ഇറങ്ങാതിരിക്കുക. കാരണം അത്രയ്ക്കും ഇങ്ങനെ ചെയ്ത് പോയി ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഇതിന് താഴോട്ട് ഇറങ്ങാവുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. സോ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ ബോഡി വെയ്റ്റും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, കൈകൾക്ക് സ്വന്തം ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ബാലൻസ് കിട്ടത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ റിസ്ക് എടുക്കരുത്. കാരണം ഇറങ്ങിപ്പോകുന്നവരെ ആയിരിക്കില്ല തിരിച്ചു കയറുമ്പോൾ ഇത് എല്ലാം പിടിച്ച് സൈഡിൽ പിടിച്ച് വേണം കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ കൈക്ക് നമ്മുടെ ബോഡിയെ താങ്ങാനുള്ള ബലം നമുക്ക് ഇല്ല എങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 10 പുള്ളപ്പെങ്കിലും എടുക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെങ്കിൽ ഒരിക്കലും ഈ റിസ്ക് എടുക്കരുത്. കാരണം തിരിച്ചു കയറാൻ നല്ല പാടായിരിക്കും കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന സൈഡിൽ കൂടെയാണ് ഞാനീ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്ന് കയറുമ്പോൾ രസം തോന്നുമെങ്കിലും അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഭയം ചെറുതായിട്ട് വന്നു കിട്ടും. പക്ഷേ രസമാട്ടോ, ചെറിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഏറ്റവും അങ്ങേയറ്റം വരെ പോകണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേങ്കിൽ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല, അതായത് ഒരു 10 പുള്ളപ്പൂലും എടുക്കാനുള്ള ശേഷി നമുക്കില്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് പോകാതിരിക്കുക. കാരണം ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്, തിരിച്ചിറങ്ങുമ്പോൾ ഈ പാറയിൽക്കൂടെ കൈ പിടിച്ച് നന്നായിട്ട് നല്ല പണിയാണ് തിരിച്ച് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷൻ വരെ ഞാൻ എത്തിയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഞാൻ പോകാനായിട്ട് ഞാൻ കാണിച്ചില്ല, കാരണം ഞാൻ ചെരുപ്പ് ഇട്ടും കൂടെയാണ് വന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പിന്തിരിയാണ് ഉണ്ടായത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷൂ ഒക്കെ ഇട്ട് വന്നിട്ട് നല്ല അങ്ങേയറ്റം വരെ പോകണം തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം. ഓക്കെ.